വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ ഗുരുഭക്തർക്കും എൻ്റെ സ്നേഹസ്വാഗതം. ഞാൻ ഷെർലി ബാജി. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബായേ നമഃ. ആചാര്യപാദങ്ങളിൽ പ്രണാമം. ഭഗവാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ പുരാണം കേട്ട് സുകൃതികളാകുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാ ഗുരുഭക്തർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബമാസികയിലെ പങ്ക്തികളെ പരിചയപ്പെടുത്തുകയാണ് വോയിസ് ഓഫ് ഗുരു എന്ന ഈ ചാനൽ. ഓരോ ലക്കവും ഞങ്ങൾ നിങ്ങൾക്കായി വായിച്ചു കേൾപ്പിക്കുകയാണ് ഈ പങ്ക്തിയിലൂടെ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിൽ സന്തോഷം. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. തുടർന്ന് വരുന്ന എപ്പിസോഡുകൾ മുടങ്ങാതെ കേൾക്കുന്നതിന് വേണ്ടിയാണിത്. ഇനി ഇന്നത്തെ വായനയുടെ വിഷയം എന്താണെന്ന് നോക്കാം. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബമാസികയുടെ ചീഫ് എഡിറ്ററും ശ്രീനാരായണ ഗുരുവിദ്യാപീഠം ആചാര്യനുമായ ശ്രീ സജീവ് കൃഷ്ണൻ്റെ തൂലികയിലൂടെ ഭഗവാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ പുരാണം 19ാമതായി 2026 ഏപ്രിൽ അക്കം മുതൽ ഭഗവാന് പാദകാണിക്കയായി സമർപ്പിച്ചിരിക്കുന്നു. ഭാരത ചരിത്രത്തിലെ 19ാമത് മഹാപുരാണം ശ്രീമദ് നാരായണ ഗുരുപുരാണം നമോ ഭഗവതേ. ശ്രീമദ് നാരായണ ഗുരുപുരാണം നമോ ഭഗവതേ 3ാം അധ്യായം ഭാഗം 2 ഇന്നിവിടെ വായിച്ചു കേൾപ്പിക്കുന്നത്. നമോ ഭഗവതേ. മതതത്വം. കോജിക്കി എന്ന ഗ്രന്ഥം ഇത്തരത്തിൽ ഒന്നാണ്. പ്രാചീന സംഭവ വിവരണം എന്നാണ് കോജിക്കിയുടെ അർത്ഥം. നിഹോങ്കി മറ്റൊരു മതഗ്രന്ഥമാണ്. ജപ്പാനിലെ സംഭവ വിവരണങ്ങൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇന്ത്യയുടെ പുരാതന കാലം മഹാഭാരതവും രാമായണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതുപോലെയാണ് കോജിക്കിയും നിഹോങ്കിയുമൊക്കെ ഷിൻഡോ മതവുമായും ജപ്പാനുമായും ബന്ധപ്പെട്ടിരിക്കുന്നത്. മതഗ്രന്ഥം എന്ന നിലയിൽ അല്ല, ഇതൊക്കെ നാടിൻ്റെ ചരിതം എന്ന നിലയിലാണ് അറിയപ്പെടുന്നത്. ഷിൻഡോ മതത്തിൻ്റെ ചരിത്രം നിഹോങ്കിയിലാണ് വിവരിക്കുന്നത്. എങ്കിഷിക്കി എന്ന മറ്റൊരു ഗ്രന്ഥമുണ്ട്. ആചാര നിയമം എന്നാണ് ഇതിൻ്റെ അർത്ഥം. 27 അനുഷ്ഠാനങ്ങൾ ഇതിൽ വിശദീകരിക്കുന്നു. ഭൂമിയുടെ ഉത്ഭവം, സ്വർഗത്തിൻ്റെ ഉത്ഭവം, ജപ്പാൻ്റെ ഉത്ഭവം എന്നിവ എങ്കിഷിക്കിയിൽ പ്രതിപാദിക്കുന്നു. ഷിൻഡോകൾ പിൽക്കാലത്ത് 2 മതങ്ങളായി മാറിയിട്ടുണ്ട്. ഷ്രൈൻ ഷിൻഡോയും സെക്ട് ഷിൻഡോയും. മരിച്ചുപോയ ജപ്പാൻ ചക്രവർത്തിമാർ ഷിൻഡോകൾക്ക് ദൈവങ്ങളാണ്. അവരുടെ ഓർമ്മയ്ക്കായി പണിയുന്ന കേന്ദ്രങ്ങൾ ആരാധനാലയങ്ങളായി മാറും. അതിനാൽ ഇന്ത്യ ഹിന്ദുരാഷ്ട്രമായി ഇരുന്നതുപോലെ ഷിൻഡോ മതം ജപ്പാൻ്റെ ഔദ്യോഗിക മതമായിരുന്നു. മറ്റു മതങ്ങൾ വന്ന് ശക്തി പ്രാപിച്ചതോടെ ഔദ്യോഗിക മതം എന്ന സ്ഥാനത്ത് നിന്ന് മതങ്ങളിൽ ഒന്ന് എന്ന സ്ഥാനത്തേക്ക് ഷിൻഡോ മതം താഴ്ന്നുപോയി. സെക്ട് ഷിൻഡോ എന്ന മതം കൂടി ഉണ്ടായതോടെ ഷിൻഡോകൾക്ക് രാജ്യത്തെ ഭൂരിപക്ഷ മതം എന്ന സ്ഥാനവും നഷ്ടമായി. എങ്കിലും ലോകത്തെ സാംസ്കാരിക മതങ്ങളിൽ പൂർവശോഭയോടെ നിൽക്കുന്ന മതങ്ങളിലൊന്നാണ് ഷിൻഡോ മതം. ശുഗബാലിക ഷിൻഡോ മതത്തിൻ്റെ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് നന്ദിപൂർവം ആത്മസാധകൻ പൂജിക്കുന്ന പരമഗുരുവിൻ്റെ ചിത്രത്തിലേക്ക് നോക്കി, മഹാഗുരു ശ്രീനാരായണൻ എന്ത് ദൗത്യമാണോ എന്നിലൂടെ നിർവഹിക്കുന്നത് അത് പൂർണ്ണമാകാനും പൂർത്തിയാക്കാനും സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുവിനെ ഇങ്ങനെ സ്തുതിച്ചു. യാതൊന്നു ചെയ്വതതു നിന്നുടെ കൽപ്പിതം, യാതൊന്നു ചൊല്ലുവതു നിന്നുടെ നിശ്ചയം, യാതൊന്നു കേൾപ്പതുമേ നിന്നുടെ ശബ്ദവും, യാതൊന്നു കാൺമതതു നിന്നുടെ വിഗ്രഹം. ദൈവമേ നിൻകരം ഭൂമിയെ താങ്ങുന്നു, ദൈവമേ നിൻഹിതം ജീവിതമാകുന്നു, ദൈവമേ നിന്നാമം ഭൂമിയിൽ വാഴുന്നു, ദൈവമേ നിൻമടിത്തട്ടിൽ ഞാൻ വാഴുന്നു. 2 ഇന്ത്യൻ മതങ്ങൾ.
മതകഥാകഥനത്തിൻ്റെ 5-ാം രാവെത്തി പതിവ് പോലെ കഥ പറയാനെത്തുന്ന ശുഗബാലികയെ കാണാനില്ല. ആത്മസാധകൻ ഗുരുസന്നിധിയിൽ നിന്ന് എഴുന്നേറ്റ് അവൾ ഉറങ്ങുന്ന കൂടിനടുത്ത് ചെന്നു. അവൾ ഉറക്കത്തിലെന്ന പോലെ കണ്ണടച്ച് ഇരിക്കുകയാണ്. ഉറക്കമായാലും ധ്യാനമായാലും ശല്യപ്പെടുത്തേണ്ട എന്ന് കരുതി ആത്മസാധകൻ തിരികെ ഗുരുസന്നിധിയിൽ വന്ന് പത്മാസനത്തിൽ ധ്യാനനിഷ്ഠനായി. ധ്യാനത്തിൻ്റെ ആഴത്തിൽ പ്രാണപ്രസരണം ആരംഭിച്ചു. ഒരു ദിവ്യമായ നാദം മുഴങ്ങുന്നത് കേൾക്കാൻ തുടങ്ങി. പ്രപഞ്ചമാകെ തനിക്ക് ചുറ്റിനും നൃത്തം വയ്ക്കുകയാണ്. ദുന്ദുഭി മുഴക്കിക്കൊണ്ട് ദേവസേനകൾ എഴുന്നള്ളുന്നു. അവർക്ക് പിന്നിൽ ആരോ ഒരു പൂജനീയ സാന്നിധ്യം വരുന്നുണ്ട്. 4 പേർ ചുമക്കുന്ന ഒരു പല്ലക്കിൽ ആരോ ഇരിക്കുന്നു. 4-ൽ ഒരാൾക്ക് പൊക്കവും ശരീരവടിവും കൂടുതലാണ്. അയാൾ കാരണം പല്ലക്കിലിരിക്കുന്നയാൾ ഒരു ഭാഗത്തേക്ക് ചരിഞ്ഞ് ബുദ്ധിമുട്ടിയാണ് ഇരിക്കുന്നത്. ആരാണ് ആ പൊക്കമുള്ളയാൾ? സംശയം ഉള്ളിലുദിച്ച നേരം ദുന്ദുഭിനാദം നിലച്ചു. പകരം ആരോ സംശയ നിവാരണം നടത്തുന്ന ശബ്ദം കേൾക്കുന്നു. അത് ഋഷഭേശ്വരനാണ്. കൊട്ടാരവും മഹത്തായ ചക്രവർത്തി പദവും സ്വത്തുക്കളും എന്തിനേറെ വസ്ത്രങ്ങൾ പോലും ഉപേക്ഷിച്ച് ദിക്കുകളെ വസ്ത്രമാക്കി മാറ്റിയ ദിഗംബരൻ. അയാൾ ചുമക്കുന്നത് ഒരു ചക്രവർത്തിയെയാണ്. മോഹങ്ങൾ അവസാനിക്കാത്ത ഒരു ചക്രവർത്തി. മോഹങ്ങൾ അവസാനിക്കാത്തവർ ഏത് പതിസ്ഥാനത്തിരുന്നാലും ഇതുപോലെ ആ ഇരിപ്പിൽ എത്ര ശ്രമിച്ചാലും മാറ്റാനാവാത്ത ഒരു അസ്വസ്ഥതയുണ്ടായിരിക്കും. മഹത്തരമായ ദർശനങ്ങളും മന്ത്രങ്ങളും കർമ്മകാണ്ഡങ്ങളുമൊക്കെ സമ്പത്താക്കിയ വേദമാതാവാണ് ഈ പല്ലക്ക് ചുമക്കാൻ ഋഷഭനെ നിയോഗിച്ചത്. മറ്റു 3 അമാലന്മാർ പൊക്കക്കുറവുള്ളവരാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ദേവി അത് ചെയ്തത്. പൊക്കം കുറഞ്ഞ 3 അമാലന്മാർ ത്രിവേദങ്ങളെയും ഋഷഭൻ വേദാന്തത്തെയും പ്രതിനിധീകരിക്കുന്നു. വേദാന്തം ത്രിവേദങ്ങളെക്കാളും ഉയർന്നു നിൽക്കുന്നു. അതിനാൽ വേദാന്തത്തെ അവയ്ക്കൊപ്പം ചുമന്നാൽ അവയുമായി നടക്കുന്ന പണ്ഡിതാഗ്രേസരന്മാരുടെ ജീവിതയാത്രയും ഇതുപോലെ അസ്വസ്ഥമാകും. അതിനാൽ വേദാന്തത്തെ വേർപെടുത്തി അതിൻ്റെ വഴിക്ക് സഞ്ചരിക്കുന്നവരെ വേദങ്ങളുടെ പൊക്കം കുറഞ്ഞ കർമ്മകാണ്ഡത്തിൽ നിന്ന് രക്ഷിക്കുക. അതാണ് വേദമാതാവിൻ്റെ ഉദ്ദേശം. പക്ഷേ അവിടെ ഒരു കുഴപ്പം പറ്റി. ഋഷഭനെ ഒഴിവാക്കി യാത്ര തുടരാനാവില്ല. എന്തെന്നാൽ ഒരു ഭാഗത്ത് ആളില്ലാതെ 3 ആളുകൾ മാത്രമായി എങ്ങനെ പല്ലക്ക് ചുമക്കും? ഇതൊരു തീരാത്ത പ്രശ്നമായി ഇന്നും അവശേഷിക്കുകയാണ്. ഇത്രയും വെളിപ്പെടുത്തപ്പെട്ടപ്പോൾ ആത്മസാധകൻ്റെ ധ്യാനം മുറിഞ്ഞു. അയാൾ കണ്ണു തുറന്നപ്പോൾ കഥ പറയാൻ തയ്യാറായി ശുഗബാലിക സാധകൻ്റെ ഇടത്തേ തോളിൽ കയറി ഇരിപ്പുണ്ട്. ദൃക്കേത് ദൃശ്യമേത് എന്നറിയാൻ സാധിക്കാത്ത ഒരു സ്ഥലജല ഭ്രമത്തിൽ നിന്ന് ഉണർന്നു വരാൻ സാധകൻ സമയമെടുത്തു. അതുവരെ ശുഗബാലിക ക്ഷമയോടെ കാത്തിരുന്നു. സാധകൻ പ്രപഞ്ചബോധത്തിലേക്ക് തിരികെ എത്തിയപ്പോൾ അവൾ ഗുരുചരണങ്ങളെ സ്തുതിച്ചു പാടി. നെടിയ കിനാവും കനവും നിനവും എരിതീയും ചേർത്തൊരു കൂടുണ്ടാക്കി, അകവും പുറവും നടുവും മധ്യവും അകമേറുന്നൊരളവുണ്ടാക്കി, പ്രപഞ്ചമെന്നൊരു വിസ്തൃതനാമം പകുത്തു നൽകിയ പരമഗുരോ, നിനവും കനവും തിരികെ എടുത്തീ കൂടും ചുട്ട് തിരികെ നിന്നരികത്തേക്കെത്താൻ വഴി പറയാമോ അരുളേ പൊരുളേ, വഴി പറയാമോ അരുളേ പൊരുളേ. സാധകൻ അവളുടെ പാട്ട് കേട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു. വഴിയറിയാതെ ഉഴറുന്ന സംസാര ജീവിതത്തെ നേർവഴിയിലാക്കാൻ ഭൂമിയിൽ മനുഷ്യരൂപത്തിൽ ഗുരുവായെത്തിയ മഹാപുരുഷൻ്റെ കഥ കേൾക്കാൻ ലോകം കൊതിച്ചിരിക്കുകയാണ്. അതിലേക്കുള്ള ഏകമാർഗമായി വൈവസ്വത മനു ഉപദേശിച്ചതാണ് ഈ മതചരിതത്തിലൂടെയുള്ള സഞ്ചാരം. അതൊന്ന് പൂർത്തിയാക്കാൻ നീ സഹായിക്കുക ശുഗകുല മൗലിക മാണിക്യമേ. ശുഗബാലിക മതകഥനത്തിലേക്ക് കടന്നു. ആദ്യം നീ ഇന്ന് കണ്ട സ്വപ്ന സദൃശ്യമായ സവികൽപാവസ്ഥയുടെ രഹസ്യം പറയാം. വേദങ്ങളുടെ കർമ്മകാണ്ഡത്തിൽ കാലക്രമത്തിലുണ്ടായ ദുർമേധസ്സും
വൈദിക ബ്രാഹ്മണരുടെ സ്വാർത്ഥചിന്തയും ഗോത്രാഭിമാനവും വരുത്തിവെച്ച വിനകളും കാരണം വേദമാതാവിൻ്റെ സഞ്ചാരപഥം തടസ്സപ്പെടുന്ന അവസ്ഥയിലായി. വേദമാതാവിൻ്റെ പല്ലക്ക് ചുമക്കാൻ കളങ്കമില്ലാത്ത വേദാന്തം ഒരു ഭാഗത്തും കളങ്കപ്പെട്ട ത്രിവേദങ്ങൾ ബാക്കി 3 ഭാഗത്തും നിന്നു. വേദാന്തത്തിൻ്റെ ഭാഗം ഉയർന്നും കർമ്മകാണ്ഡത്തിൻ്റെ ഭാഗം ഭാരം കൊണ്ട് താണും നിന്നു. വേദാന്തത്തിൻ്റെ സർവശുദ്ധിയും സൂക്ഷിച്ചുകൊണ്ട് ഒരു മഹാസാത്വികൻ അക്കാലം പിറവിയെടുത്തു. അതാണ് മഹാഭാഗവതത്തിലെ ഒരു സുപ്രധാന കഥാപാത്രമായി അവതരിപ്പിക്കപ്പെട്ട ഋഷഭേശ്വരൻ. ആ മഹാത്യാഗി സത്യത്തെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് ജ്ഞാനപ്പല്ലക്ക് വലിച്ചു. പക്ഷേ കർമ്മകാണ്ഡമില്ലാതെ എങ്ങനെ സംസാരികൾക്ക് ജ്ഞാനം സ്വായത്തമാകും? അതിനാൽ വേദമാതാവിൻ്റെ യാത്ര കൂടുതൽ ദുഷ്കരമായി തീർന്നു. ആ സമയം മറ്റൊരു ദിവ്യപുരുഷൻ വന്ന് ആ പല്ലക്കെടുത്തു. അതാണ് ശാക്യമുനി എന്നറിയപ്പെടുന്ന ബുദ്ധൻ. എന്നാൽ ആ യാത്രയും ശോഭിച്ചില്ല. എന്തെന്നാൽ ശാക്യമുനിയുടെ ആശയപ്രചരണത്തിൽ വേദാന്തത്തിൻ്റെ ബ്രാഹ്മണം, സംഹിത, ആരണ്യകം എന്നീ ഭാഗങ്ങൾ ജനസമക്ഷം അവഗണിക്കപ്പെട്ടു. അവ കൂടിയില്ലാതെ മനുഷ്യജന്മത്തിൽ വേദാന്തം മാത്രമായി ഗ്രഹിക്കുക സാധ്യമല്ല. അവയെ ശക്തിപ്പെടുത്താൻ ആരുമില്ലാത്ത അവസ്ഥ സംജാതമായി. ഋഷഭേശ്വരനും ശാക്യമുനിയും നടത്തിയ ഇടപെടലുകൾ വേദത്തെ അവഗണിക്കാനാണ് ജനത്തെ പ്രേരിപ്പിച്ചത്. അവയെ കഴുകിത്തെളിച്ച് എടുക്കാനായിരുന്നില്ല. അതിനാൽ ഇവർ 2 പേരിൽ നിന്നും ഉണ്ടായ മതം കുറേ കാലം പ്രൗഢിയോടെ നിന്നെങ്കിലും പിന്നെ ശുഷ്കമായും അഴുക്കുപുരണ്ടും മറ്റു മതങ്ങൾക്ക് സംഭവിച്ച അതേ പരിണതിയിൽ എത്തി. അത് സൂചിപ്പിക്കുന്ന സ്വപ്നമാണ് വൈവസ്വത മഹാപ്രഭു നിനക്ക് ഇപ്പോൾ ധ്യാനാവസ്ഥയിൽ കാട്ടിത്തന്നത്. ഹിന്ദു എന്നറിയപ്പെടുന്ന സനാതന സംസ്കാരത്തിൽ നിന്ന് ഉദയം ചെയ്ത ആ 2 മതങ്ങൾ ജൈനമതവും ബുദ്ധമതവുമായിരുന്നു. അവയെക്കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഇന്നത്തെ വായന ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും നമസ്തേ. ഗുരുസാഗരം മാസിക വായിക്കാനും വരിക്കാരാകാനും ആഗ്രഹമുള്ളവർ 6282319294 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ഗൂഗിൾ പേ ചെയ്യേണ്ട നമ്പർ 8078188858. 600 രൂപ അടച്ചാൽ മാസിക 1 വർഷത്തേക്ക് തപാലിൽ ലഭിക്കുന്നതാണ്. 60 രൂപ അടച്ചാൽ സിംഗിൾ കോപ്പി ലഭിക്കും. കൂടാതെ മാസിക ഇപ്പോൾ ഓൺലൈനായിട്ടും വായിക്കാവുന്നതാണ്. 1 വർഷത്തേക്ക് 400 രൂപ അടച്ചാൽ 12 മാസം വായിക്കാവുന്നതാണ്. മാസികയുടെ ഓഡിയോ എഡിഷനും ഇപ്പോൾ ലഭ്യമാണ്. www.guruSagaram.com എന്ന വെബ്സൈറ്റിൽ മാസിക വായന ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്തേ.